ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പിടി തുളസി ഇല, 3 പേരയില, ഒരു കഷ്ണം ചുക്ക്, ശർക്കര, പിന്നെ കുരുമുളക്. ഇത്രയും സാധനങ്ങളായിരിക്കും നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്നത്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്നൊക്കെ നമുക്ക് കിട്ടാവുന്ന ഐറ്റംസാണ് ഇത്രയും സാധനം. തുളസി ഇലയും പേരയിലയും നമുക്ക് എന്തായാലും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് കിട്ടും. ചില ആൾക്കാർ ഇതിൽ ഉള്ളിയും കൂടി ചേർക്കാറുണ്ട്. ഇത് കാട്ടുതുളസിയാണ്. ഇതെല്ലാം നമ്മൾ ശരിക്കും ചുക്ക് കാപ്പിയിലേക്ക് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ചുക്ക് കാപ്പിക്ക് ഇടുന്ന തുളസി. കൃഷ്ണ തുളസി എന്ന് പറയും. ഇല ചെറുതായിരിക്കും. അതിൻ്റെ തണ്ട് കണ്ടാൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പാനിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ശർക്കര, പേരയില, തുളസിയില, കുരുമുളക്, ചുക്ക് എല്ലാം ഞാനിതിലേക്ക് ഇട്ടു. ചുക്കും കുരുമുളകും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കണം. കുരുമുളകിൻ്റെ ആ ഒരു എരിവായിരിക്കണം മുമ്പിൽ നിൽക്കേണ്ടത്. ഇതെല്ലാം ഇട്ട് വെള്ളം തിളക്കണ വരെ ഞാൻ ഒന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചുക്ക് കാപ്പി തിളച്ചു. ഇനി നമുക്ക് തേയിലിടണം. തേയിലിടുന്നവർക്ക് തേയിലിടാം, കാപ്പിപ്പൊടി ഇടുന്നവർക്ക് കാപ്പിപ്പൊടി ഇടാം. ഞാനിപ്പോൾ തേയിലയാണ് എടുത്തിരിക്കുന്നത്. ഇത് തിളച്ച് കഴിഞ്ഞു. ഞാനിതിലേക്ക് ഇടുന്നു. സ്റ്റൗ ഓഫ് ചെയ്യാണ്. കുറച്ച് സമയം അങ്ങനെ ഇരുന്നോട്ടെ. ശർക്കരയൊക്കെ നന്നായിട്ട് ലയിച്ച് കഴിഞ്ഞു. മധുരമൊക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം. പിന്നെ ശർക്കരക്ക് പകരമായിട്ട് കൽക്കണ്ടി ഇടാം. പഞ്ചസാര ഇടാൻ വേണ്ടി ഞാൻ പറയണില്ല. തീരെ നിവൃത്തിയില്ലെങ്കിൽ പഞ്ചസാര തന്നെ ചേർക്കുക. പനിയുള്ളവർക്ക് ചുക്ക് കാപ്പി കൊടുക്കുന്നതിന് മുമ്പ് ഈ കാപ്പി അങ്ങനെ തന്നെ കൊണ്ടുപോയി ഒന്ന് ആവി പിടിപ്പിക്കണം. എന്നിട്ടൊന്നും കൂടി ചൂടാക്കി നല്ല ചൂടോടുകൂടി പനിയുള്ള ആൾക്ക് കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.